कुंज विहारी जय राधा माधवा कुंज विहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनतीरावनचारी यमुनतीरावनचारी जय राधा माधवा कुंज विहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे जय गुरुदेवा जय पतित पावन श्रील गुरुदेवा जय प्रभुपदा जय भक्ति वेदांत स्वामी प्रभुपदा जय गौरनिताय जय गौरनिताय जय गौरनिताय जय गौरंगनिताय निताय गौर हरि बोल निताय गौर हरि बोल ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ. എല്ലാവർക്കും പ്രണാംസ് ടു എവ്രിവൺ ഹു ജോയിൻഡ് ദിസ്. ഈ സേവ എനിക്ക് തന്ന അതോറിറ്റീസിന് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ I seek the blessings of my Guru Maharaj, His Holiness Jagannatha Swami Maharaj, and all the Shiksha Gurus who has given me advice so far in this spiritual journey. And I also seek blessings of all the assembled devotees here, so that I may serve Srimad Bhagavatam nicely. And forgive me if there are some mistakes. Hare Krishna. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी. मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणम् परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः.
कदाञ्चन स्मृते यस्मिन् दुष्करं सुकरं भवेत् देवि परितं च आत्मधन्यं नमामि तम्. ഇന്നത്തെ ഭാഗവതം സേവ ഒന്നാമത്തെ സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണ്. ശ്രീ ഭഗവാനുവാച വേതേദം ദ്രോണപുത്രസ്യ ബ്രഹ്മസ്ത്രം പ്രദർശിതം നൈവാസൗ വേദ സംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. ശ്രീ ഭഗവാനുവാച വേതേദം ദ്രോണപുത്രസ്യ ബ്രഹ്മസ്ത്രം പ്രദർശിതം നൈവാസൗ വേദ സംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്തു, ദ്രോണപുത്രന്റെ പ്രവൃത്തിയാണ് ഇത് എന്ന് നീ അറിയുക. അണുശക്തിയുടെ ബ്രഹ്മാസ്ത്രത്തിന്റെ മന്ത്രോച്ചാരണങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കണ്ണഞ്ചിപ്പിക്കുന്ന ഉജ്ജ്വലമായ തേജസ്സിനെ നിഷ്പ്രഭമാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അവന് അറിയില്ല. ആസന്നമായ മൃത്യുവിനെ ഭയപ്പെടുകയാൽ നിസ്സഹായനായിട്ടാണ് അവൻ ഇപ്രകാരം പ്രവർത്തിച്ചത്. ഭാവാർത്ഥം. ജയശ്രീല പ്രഭുപാദ്. അണുശക്തിയാൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ആധുനിക അണ്വായുധം പോലെയാണ് ബ്രഹ്മാസ്ത്രം. അണുശക്തി പ്രവർത്തിക്കുന്നത് സമ്പൂർണ്ണ ശീഘ്രദാഹ്യത്തിലാണ്. അതുപോലെ തന്നെയാണ് ബ്രഹ്മാസ്ത്രവും പ്രവർത്തിക്കുന്നത്. അണുവിസ്ഫോടനം ഉണ്ടാകുന്നത് പോലുള്ള അസഹ്യമായ താപപ്രസരണം ഇത് സൃഷ്ടിക്കുന്നു. എന്നാൽ അണ്വായുധം സ്ഥൂല പ്രകാരത്തിലുള്ള ആയുധവും ബ്രഹ്മാസ്ത്രം സൂക്ഷ്മ പ്രകാരത്തിലുള്ള മന്ത്രോച്ചാരണങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നതുമാണ് എന്നതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇത് വ്യത്യസ്തമായ ഒരു ശാസ്ത്രമാകുന്നു. ഭാരതവർഷഭൂമിയിൽ പൂർവകാലത്ത് അഭ്യസിച്ചിരുന്ന ശാസ്ത്രമാണ് ഇത്. മന്ത്രോച്ചാരണം എന്ന വൈദഗ്ധ്യ ശാസ്ത്രവും ഭൗതികമാകുന്നു. എന്നാൽ അത്തരം ശാസ്ത്രത്തെക്കുറിച്ച് ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഇനിയും അറിയേണ്ടതുണ്ട്. സൂക്ഷ്മമായ ഭൗതികശാസ്ത്രം ആത്മീയമല്ല. എന്നാൽ സൂക്ഷ്മമായ ആത്മീയ നടപടിയുമായി ഇതിന് നേരിട്ട് ജ്ഞാതീഭാവമുണ്ട്. മന്ത്രോച്ചാരകൻ മന്ത്രം ഉപയോഗിച്ചുള്ള ആയുധത്തെ എപ്രകാരം പ്രയോഗിക്കണമെന്നും എപ്രകാരം അതിനെ പിൻവലിക്കണമെന്നും അറിയുന്നു. ശരിയായ ജ്ഞാനം അത്തരത്തിലുള്ളതാകണം. എന്നാൽ ഈ വൈദഗ്ധ്യ ശാസ്ത്രത്തെ പ്രയോഗിച്ച ദ്രോണപുത്രന് അതിനെ എപ്രകാരമാണ് പിൻവലിക്കേണ്ടതെന്ന് അറിയാമായിരുന്നില്ല. ആസന്നമായ തന്റെ മൃത്യുവിനെ ഭയപ്പെടുകയാൽ അവൻ അത് പ്രയോഗിച്ചു. ആകയാൽ പ്രയോഗം അനുചിതമായി എന്ന് മാത്രമല്ല, അധർമ്മവുമാകുന്നു. ഒരു ബ്രാഹ്മണപുത്രൻ ആകയാൽ അവൻ അധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ തന്നെയും അത്തരമൊരു സ്ഥൂലമായ കർത്തവ്യം ഉപേക്ഷിച്ചതിനാൽ അവൻ ഭഗവാനാൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമീതി നാമിനേ നമാചാര്യപദായ നിതായ കൃപാപ്രദായിനേ ഗൗരകഥാധാമധായ നഗരഗ്രാമതാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. സോ ഇന്നത്തെ ശ്ലോകം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഭാഗവതത്തിന്റെ ഒരു മഹിമ നമുക്ക് കേൾക്കാം. ശ്രീമദ് ഭാഗവതം 1:3-40. ആക്ച്വലി ഭാഗവതത്തിൽ ഉടനീളം എല്ലാ സ്കന്ധത്തിലും അവിടെയായിട്ട് ഭാഗവതം വായിക്കുന്നവരെ ഭാഗവതം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എത്രത്തോളം മഹത്വകരമാണ് ഈ ഭാഗവത ശ്രവണം അല്ലെങ്കിൽ ഭാഗവത പാരായണം എന്ന്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ശ്ലോകമാണിത്. ഇദം ഭാഗവത നാമ പുരാണം ബ്രഹ്മ സംഹിതം ഉത്തമ ശ്ലോക ചരിതം ചകാര ഭഗവാൻ ഋഷി നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്തയനം മഹത്. ഇത് ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ സാഹിത്യ അവതാരമാണ്. ഇത്
വ്യാസദേവനാൽ രചിക്കപ്പെട്ടതാണ്. എല്ലാവരുടെയും ആത്യന്തികമായ നന്മ ഉദ്ദേശിച്ചിട്ടുള്ളതാണിത്. അപ്പം എല്ലാ വിജയവും എല്ലാ ആനന്ദം നിറഞ്ഞതും എല്ലാം തികഞ്ഞതുമാണ് ശ്രീമദ് ഭാഗവതം. നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്തി അയനം മഹത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതം ശ്രമിക്കുന്നത് എല്ലാവരുടെയും ഉന്നതിയെ ഉദ്ദേശിച്ച് നന്മ, ആത്യന്തികമായ നന്മയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ ലിറ്റററി ഇൻകാർണേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഭാഗവതം ശ്രവിക്കുമ്പോഴും ആ ഒരു സേവന മനോഭാവത്തോടു കൂടെ ശ്രമിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നതാണ്. കർണരന്ധ്രേണ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതിൽ പറയുന്നത് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിന്റെ ചെവിയിലൂടെയാണ് ഭാഗവതം പ്രവേശിക്കുന്നതെങ്കിലും അത് ഹൃദയത്തിലാണ് എത്തുകയും ഹൃദയത്തിലെ കമലത്തിൽ വന്ന് ഭഗവാൻ വസിക്കുകയും നമ്മുടെ എല്ലാ ഭൗതിക മാലിന്യങ്ങളെയും നീക്കം ചെയ്യുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ശ്ലോകം ശ്രീ ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ്, സാഹചര്യം എല്ലാവർക്കും അറിയാം. ദ്രോണപുത്രനായ അശ്വത്ഥാമാവിനെ ശിക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഈ അധ്യായത്തിന്റെ പേര്, അല്ലെങ്കിൽ അതിന്റെ ടോപ്പിക്. അപ്പൊ ഇവിടെ അശ്വത്ഥാമാവ് ഘോരമായ തെറ്റുകൾ ചെയ്തതിന് ശേഷം അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ്. അപ്പൊ ഓടി രക്ഷപ്പെടുന്ന വേളയിൽ അർജുനനും കൃഷ്ണനും ഭഗവാൻ ശ്രീകൃഷ്ണനും കൂടി അദ്ദേഹത്തിനെ പിടിക്കാനായി പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു, എനിക്ക് മറ്റൊരു നിവൃത്തിയുമില്ല, തീർച്ചയായും പിടിക്കപ്പെടും. അപ്പോൾ ആ മരണഭയം കൊണ്ട് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു അർജുനന്റെ നേർക്ക്. അപ്പൊ അർജുനൻ അത് മനസ്സിലായെങ്കിലും അർജുനൻ ഭഗവാനോട് തേടുകയായിരുന്നു. ആദ്യം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കണ്ടായിരുന്നു അല്ലെ, കൃഷ്ണ കൃഷ്ണ മഹാഭാവോ ഭക്താനാമ ഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആദ്യം ഭാഗവതത്തിലുള്ള ആദ്യത്തെ പ്രേയേഴ്സ് ആണ് അർജുനന്റെ പ്രേയേഴ്സ്. അപ്പൊ അങ്ങനെ അർജുനൻ പ്രേയേഴ്സ് ആദ്യം പ്രാർത്ഥനകൾ സമർപ്പിച്ചതിന് ശേഷം ഭഗവാനോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ പ്രഭ? അപ്പൊ അതിന്റെ ഉത്തരമായിട്ടാണ് ശ്രീ ഭഗവാൻ ഈ ശ്ലോകം പറയുന്നത്. അപ്പം ശ്ലോകം തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാ കാണുന്നത്? ശ്രീ ഭഗവാൻ ഉവാച. നമ്മൾ ഭഗവത്ഗീതയിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ, ശ്രീ ഭഗവാൻ ഉവാച. ഇതുവരെയും ഭാഗവതത്തില് ശുകദേവ ഗോസ്വാമി, സൂത ഗോസ്വാമി, ശൗനകർ, നാരദ, വ്യാസദേവർ, അങ്ങനെ പലരുമാണ് അർജുനൻ, അങ്ങനെ പലരുമാണ് ശ്ലോകങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ആദ്യം ശ്രീ ഭഗവാൻ ഉവാച വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രീ ഭഗവാൻ എന്ന കൃഷ്ണനെ എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയാം. ഭഗവാന് ഷഡൈശ്വര്യങ്ങൾ പൂർണ്ണമായും ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ എന്നുള്ള നാമത്തിൽ അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഭാഗവതം തന്നെ തുടക്കത്തിലേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ആത്മസാക്ഷാത്കാരത്തിന്റെ 3 തലങ്ങളുണ്ട്. ബ്രഹ്മേതി, പരമാത്മേതി, ഭഗവാൻ ഇതി ശബ്ദത്തെ. പരബ്രഹ്മനായിട്ട് ആത്മസാക്ഷാത്കാരം, ഭഗവാൻ ഈശ്വരൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ ഒരു ബ്രഹ്മജ്യോതി എന്ന നിലയിൽ മാത്രം മനസ്സിലാക്കുന്നവരുണ്ട്. അതിനേക്കാളും ഒരുപടി മേലെയായി പരമാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നവരുണ്ട്. അതിലും മേലെയായി ഇതൊക്കെയും ഭഗവാൻ എന്ന വ്യക്തിയുടെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവിഷ്കരണങ്ങളാണ് ബ്രഹ്മജ്യോതിയും പരമാത്മാവും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഭഗവാൻ റിയലൈസേഷൻ. അപ്പം അങ്ങനെ അതാണ് എല്ലാ ആത്മസാക്ഷാത്കാരത്തിലും 3 തലങ്ങളിൽ വെച്ച് ഉത്തമമായിട്ടുള്ളത് ഇതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശ്രീ ഭഗവാൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ആരെയാണ്? അതും ഭാഗവതം നേരത്തെ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. എന്താണ്? ഏതേ ചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. പലതരം അവതാരങ്ങൾ ഉണ്ടെങ്കിലും ഭൗതികമായ അല്ലെങ്കിൽ ഇൻകാർണേഷൻസ് എടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് പല അവതാരങ്ങളിൽ ഭഗവാൻ വരുന്നുണ്ടെങ്കിലും അതെല്ലാം അംശങ്ങളും കലകളും മാത്രമാണ്. ഭഗവാൻ പൂർണ്ണ രൂപത്തിലുള്ളത് കൃഷ്ണൻ, ശ്രീകൃഷ്ണ ഭഗവാനാണ്. കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ, അങ്ങനെയുള്ള പക്ഷെ ഭാഗവതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാനെ മാത്രമല്ല, ഭഗവാന്റെ ഉത്തമരായ ഭക്തന്മാരെയും അല്ലെങ്കിൽ ആരൊക്കെ ഭഗവാനെ സ്വന്തമാക്കിയിട്ടുണ്ടോ അവരെയൊക്കെയും ഭഗവാൻ എന്നുള്ള വിശേഷണം ചേർത്ത് വിളിക്കാറുണ്ട്. അപ്പൊ പല ബ്രഹ്മാവിനെ, നാരദമുനിയെ, വിതുരരെയൊക്കെ അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭൗതികമായ തലത്തിൽ ഷഡൈശ്വര്യങ്ങളിൽ ഏതെങ്കിലും ഉള്ള ആൾക്കാരെയും വിശിഷ്ടമായിട്ടുള്ള സ്ഥാനങ്ങളിലുള്ളവരെയും ചിലപ്പോൾ ഭഗവാൻ എന്ന് പറയാറുണ്ട്.
പക്ഷേ അവരും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഭഗവാൻ സുപ്രീം ആണല്ലേ, പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ മാത്രമാണ്. മറ്റെല്ലാവരും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളവരാണ്. മാത്രമല്ല ഭഗവാൻ എന്താണ്, നമ്മുടെ ഭക്തി രസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട്, ഭഗവാൻ എന്തായിരുന്നു, അഖില രസ അമൃത മൂർത്തി എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനോട് ഏത് ഭാവത്തിലാണോ ഏത് രസത്തിലാണോ ഭഗവാനെ സമീപിക്കുന്നത്, ഭഗവാൻ അതേ രസത്തിൽ അവരുമായി ഇന്ററാക്ഷൻസ് നടക്കുന്നു, അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ എല്ലാ രസങ്ങളിലും ഭഗവാന്റെ ഭക്തന്മാരുമായി ഉള്ള ഇന്ററാക്ഷൻസ് നടക്കുന്നത് കൊണ്ട് ഭഗവാനെ അഖില രസാമൃത മൂർത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ ശരിക്കും നമ്മൾ ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം ഇതാണ് ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഭഗവാന്റെ ഭക്തന്മാരുടെ ഭക്തവാത്സല്യത്തിലൂടെ ഭഗവാന്റെ ഭക്തന്മാരുമായി എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നു. വെറുതെ ഒരു സൃഷ്ടികർത്താവായിട്ടോ അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ടോ അല്ല നമ്മുടെ ഭഗവാനെ കാണേണ്ടത്. ഭഗവാൻ ലവിങ് എക്സ്ചേഞ്ചസിലൂടെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ അഖില രസാമൃത മൂർത്തിയാണ് ഭഗവാൻ. ഭഗവാന്റെ ഭക്തവാത്സല്യത്തില് ഭഗവാൻ ഭക്തന്റെ സേവകനായി തന്നെ വരാറുണ്ട്. അപ്പൊ ഇവിടെയും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അർജുനന്റെ സാരഥിയായിട്ടാണ് ഭഗവാൻ ഈ സീനിലുള്ളത്. അപ്പോൾ അർജുനൻ ഭഗവാനോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു, പ്രേയേഴ്സ് സബ്മിറ്റ് ചെയ്യുന്നു, അന്വേഷിക്കുന്നു. ഭഗവാൻ അതിന് അർജുനനെ സഹായിക്കുന്ന രീതിയിൽ സേവനം. ശരിക്കും ഇവിടെ ഭഗവാന് നേരിട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ, പക്ഷെ ഭഗവാൻ അർജുനനാണ് അത് ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതും ഭഗവാന്റെ ഭക്തന്മാരുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അവരുടെ ഗ്ലോറീസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളായിട്ട് ഭഗവാൻ പല സിറ്റുവേഷനിലും ഭക്തന്മാരെ എംപവർ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു സന്ദർഭമാണ് ഇത്. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. സോറി, ഹരേ കൃഷ്ണ. അപ്പൊ ഭഗവാൻ എന്താണ് ഇവിടെ പറഞ്ഞത്? ശ്രീ ഭഗവാൻ ഉവാച എന്തായിരുന്നു? വേദേധം ദ്രോണപുത്രസ്യ ബ്രാഹ്മസ്ത്രം പ്രദർശിതം. അതായത് ദ്രോണപുത്രന്റെ പ്രവൃത്തിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ബ്രഹ്മാസ്ത്രത്തിന്റെ മന്ത്രോച്ചാരണങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെന്ത് പറഞ്ഞു? ഇത് അശ്വത്ഥാമാവിന് പിൻവലിക്കാൻ കഴിയില്ല. തേജസ്സിനെ നിഷ്പ്രഭമാക്കേണ്ട വിദ്യ അശ്വത്ഥാമാവിന് അറിയില്ല. അതുകൊണ്ട് പിന്നെ മാത്രല്ല അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നും പറയുന്നുണ്ട്. ആസന്നമായ മൃത്യുവിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്, നിസ്സഹായനായതുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്രകാരം പ്രവർത്തിച്ചത് എന്ന് പറയുന്നു. ഓക്കെ. അപ്പം ഇതിന്റെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദർ ബ്രഹ്മാസ്ത്രത്തെ പറ്റി കൂടുതൽ പറയുന്നുണ്ട്. ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് ഒരു അണ്വായുധം തന്നെയാണ്. നമുക്ക് ന്യൂക്ലിയർ എനർജി കൊണ്ടുള്ള ആറ്റോമിക് ബോംബ്സ്, ആറ്റോമിക് ഫിഷൻ, ഫ്യൂഷൻ ഒക്കെ കാരണം ഉണ്ടാകുന്ന പലതരം ബോംബ്സിനെ കുറിച്ച് നമുക്ക് അറിയാം കുറച്ചൊക്കെ. പക്ഷേ പണ്ടത്തെ കാലത്ത്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയാ, ഭാരതവർഷത്തിൽ അന്നേ കാലത്ത് നിലനിരുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോഴത്തേനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. അത് ഗ്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥൂലമായിട്ടുള്ള ഇതായിരുന്നില്ല. ഒരു ബോംബ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഒരു സാധനം കാണാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ മന്ത്രത്തിലൂടെയാണ് അത് ഇൻവോക്ക് ചെയ്തിരുന്നത്, പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കൺസെപ്റ്റില് സിമിലർ ആണെങ്കിൽ പോലും ബ്രഹ്മാസ്ത്രം വളരെ വളരെ പവർഫുൾ ആണ്. കുറെ കൂടി കൺട്രോൾ ഉള്ളതുമാണ് ബ്രഹ്മാസ്ത്രം. ഇപ്പൊ നമുക്കറിയാം, ന്യൂക്ലിയർ ബോംബ് അണ്വായുധം എവിടെയെങ്കിലും നമ്മൾ നിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അത് ഒരുപോലെ നാശം വിതയ്ക്കും. അപ്പം അതില് ഇന്നയാളെ മാത്രം മതി, ബാക്കിയുള്ളവരെ അഫക്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നും കൺട്രോൾ ഇല്ല. പക്ഷേ ബ്രഹ്മാസ്ത്രത്തിലെ മന്ത്രത്തിലൂടെ പ്രയോഗിച്ചിരുന്ന ബ്രഹ്മാസ്ത്രത്തിനോട് നമുക്ക് സ്പെസിഫിക്കലി ആരെയാണ് ഇത് ടാർഗറ്റ് ചെയ്യേണ്ടത്, മറ്റുള്ളവരെ, ചുറ്റുമുള്ളവരെ ഒന്നും അതിന്റെ നാശത്തിലേക്ക് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം പിന്നീടുള്ള ഒരു അധ്യായത്തില് ഇദ്ദേഹം അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം
ഉത്തരയുടെ ഗർഭത്തിലുള്ള ഉത്തരനെ കൊല്ലാനായിട്ട് വരെ ഉപയോഗിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് അല്ലെ. അല്ലെങ്കിൽ ആ മറ്റുള്ള ആർക്കും അത് വരാതെ ആ ഒരു സ്ഥലത്തേക്ക് മാത്രം, ആ ഒരു സോളിനെ മാത്രം എഫക്ട്, ആ ഒരു എൻറ്റിറ്റിയെ മാത്രം എഫക്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ ടാർഗറ്റ് ചെയ്ത് വിടാൻ പറ്റുന്നുണ്ട്. ഇപ്പമുള്ള ടെക്നോളജി അനുസരിച്ചുള്ള എന്താ പറയുക ഗൈഡഡ് മിസൈൽസും ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും പ്രസിഷനോ ഇത്രയും ഒരു എന്താ പറയാ കൺട്രോളോ ഒന്നും ഇപ്പോഴത്തെ യാതൊന്നിനും ഇല്ല. മാത്രമല്ല ബ്രഹ്മാസ്ത്രത്തിനെ പിൻവലിക്കാൻ റിട്രാക്ട് ചെയ്യാനുള്ള വിദ്യ ഉണ്ടായിരുന്നു. പക്ഷെ അശ്വത്ഥാമാവന് അത് അറിയുന്നുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാല് ശരിക്കും ബ്രഹ്മാസ്ത്രം ദ്രോണർക്ക് കിട്ടിയത് അല്ലെങ്കിൽ ദ്രോണർ സ്വീകരിച്ചത് പരശുരാമനിൽ നിന്നായിരുന്നു. അപ്പൊ പരശുരാമൻ ബ്രഹ്മാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. ഇത് സാധാരണക്കാരന്റെ ദ്രോഹത്തിന് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കരുത്. ഇതിനെ ആർക്കാണോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക അവർക്ക് മാത്രം, അവരോട് മാത്രം ഇത് യുദ്ധം ചെയ്യാൻ, അവരോട് മാത്രം ഫൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പം അതേ ഇതിലാണ് ദ്രോണരും അർജുനന് പഠിപ്പിച്ചു കൊടുത്തത്. എല്ലാ ശിഷ്യന്മാർക്കും ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. ഉത്തമനായവർക്ക് മാത്രമേ പഠിപ്പിച്ചു കൊടുത്തിരുന്നുള്ളൂ. അപ്പം അർജുനന് പഠിപ്പിച്ചത് കണ്ടപ്പോ അശ്വത്ഥാമാവിനും അത് പഠിക്കണമെന്ന് വാശിയായി. പുത്രനായിട്ടും എനിക്ക് പഠിപ്പിച്ചു തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്താ പറയാ വാശി പിടിച്ച് ശല്യം ചെയ്ത് ഒക്കെയാണ് അശ്വത്ഥാമാവ് അത് ദ്രോണറിൽ നിന്ന് പഠിച്ചത്. അപ്പൊ അങ്ങനെ പഠിച്ച സമയത്ത് അതിനെ പിൻവലിക്കുന്ന കാര്യം അദ്ദേഹം നേരാവണ്ണം പഠിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ഫുള്ളി അത് ആ ഒരു വിദ്യ പൂർണ്ണമായി സ്വായത്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ശ്രീല പ്രഭുപാദര് അതിന്റെ പർപ്പോട്ടിൽ പറയുന്നുണ്ടല്ലേ, എപ്രകാരം എന്ന് എന്താണ് ശരിയായ ജ്ഞാനം എന്ന് അത്തരത്തിലുള്ളതാണ്. രണ്ട് വിധത്തിലുള്ളതും പൂർണ്ണമായി അറിഞ്ഞാല് അതിന്റെ ഒരു സൈഡ് മാത്രമല്ല, പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ശരിയായിട്ടുള്ളത് പ്രയോഗിക്കാനും പിൻവലിക്കാനും അറിയുന്നതായിരിക്കണം. പക്ഷെ അശ്വത്ഥാമാവിന് അത്തരത്തിലുള്ള ജ്ഞാനം ഉണ്ടായിരുന്നില്ല. പിന്നെ ബ്രഹ്മാസ്ത്രം ഒരു സൂക്ഷ്മമായിട്ടുള്ള ആയുധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂക്ഷ്മം എന്ന് പറയുമ്പോഴത്തേക്ക് സട്ടിൽ, മന്ത്രങ്ങളുടെ പ്രയോഗത്തിലൂടെ, മന്ത്ര ഉച്ചാരണങ്ങളിലൂടെയാണ് അത് പ്രയോഗത്തിലാവുക. അപ്പം അത് എന്താ പറയാ നമുക്ക് തന്നെ പല എക്സ്പെരിമെന്റ്സും ഇപ്പം മോഡേൺ സയൻസ് തന്നെ കാണിക്കുന്നുണ്ട്. സൗണ്ടിന് എങ്ങനെയാണ് മാറ്ററിനെ അഫക്ട് ചെയ്യാൻ പറ്റുക, ഭൗതികമായി എങ്ങനെ അഫക്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതിന്റെ ഉദാഹരണമായിട്ട് അവരൊരു ഒരു സർഫസിൽ മണൽത്തരികൾ വിരിച്ചിട്ടിട്ട് ഓരോരോ മ്യൂസിക് നോട്ട് അനുസരിക്കുമ്പോൾ ഈ മണൽത്തരികൾ ഓരോരോ പാറ്റേണിൽ ആ ശബ്ദത്തിനനുസരിച്ച് അത് സ്വയം റീഅറേഞ്ച് ചെയ്യും, ശബ്ദത്തിന്റെ വൈബ്രേഷൻ അനുസരിച്ച്. അപ്പം വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ളതിനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് പോലെയാണ് വരിക. പക്ഷെ അതേസമയം ഇപ്പോഴുള്ള മോഡേൺ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ഭീകരമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഭീകരം എന്നല്ല പറയാ, ഒരു താമസിക അല്ലെങ്കിൽ രജോഗുണത്തിലുള്ള അത്തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ഈ മണൽത്തരികൾ അറേഞ്ച് ചെയ്യുന്നതിന് വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടും ഭീകരമായിട്ടുള്ളതും ഒരു രീതിയിലും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അതിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഹരേ കൃഷ്ണ. ആരുടെ മൈക്ക് ഓൺ ആണ്, ഒന്ന് ഓഫ് ചെയ്യണേ, എക്കോ വരുന്നുണ്ട്. അപ്പോ ശബ്ദത്തിന് ഭൗതികമായി തന്നെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനാവും. ഒരു വെള്ളം വച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ തന്നെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കാണാം അതിൽ പാറ്റേൺസ് വരുന്നത്. അതിൽ ഗിറ്റാറിന്റെ ബാസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് വരിക. അതേസമയം വേറെ നോട്ട്സ് വരുമ്പോൾ വളരെ ശാന്തമാകുന്നതും. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ ഭാനുസ്വാമി മഹാരാജ് ഒരു ലെക്ചറിൽ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്, പ്രത്യേകിച്ചും വീണ പോലുള്ള ഉപകരണങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് ശരിക്കും സത്വഗുണത്തിലുള്ളതാണ് അത്രേ. അപ്പൊ മനസ്സും അതിനനുസരിച്ച് മനസ്സിന്റെ ഡിസ്റ്റർബൻസും വളരെയധികം ശാന്തമാകുന്നു. ഇതെല്ലാം ഭൗതികമായ തലത്തിലുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ഹീൽ ചെയ്യാനും മനസ്സിനെ ഒന്ന് ഹീൽ ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിലാണ്. അപ്പൊ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ഒരു മന്ത്രോച്ചാരണം എന്ന് പറയുന്നത് ഭൗതിക മെറ്റീരിയൽ ആണ്, ഇറ്റ് ഈസ് നത്തിങ് സ്പിരിച്വൽ. ഇപ്പൊ സാധാരണ പലർക്കുമുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ മന്ത്രങ്ങളും സ്പിരിച്വൽ ആണ്, എല്ലാ മന്ത്രങ്ങൾക്കും ആത്മീയമായ ഗുണമുണ്ട്, ഏത് മന്ത്രം ചൊല്ലിയാലും നല്ലതാണ് എന്നുള്ളൊക്കെ വിചാരമുണ്ട്. പക്ഷെ അതിവിടെ ചില പ്രഭാതര് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെയല്ല. പല മന്ത്രങ്ങളും ഭൗതികമായ തലത്തിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, അത് ആത്മീയതമായ തലത്തിൽ പ്രവർത്തിക്കുന്നില്ല.
പക്ഷെ ആത്മീയമായിട്ടുള്ള നടപടി ഡിവോഷണൽ സർവീസിലൂടെ ഉള്ള നമ്മൾ മന്ത്രോച്ചാരണങ്ങൾ, മഹാമന്ത്രം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒന്നാണ് അല്ലെ, അത് പ്യുവർലി സ്പിരിച്വൽ ആണ്. അപ്പൊ മഹാമന്ത്രം ശരിക്കും നമ്മുടെ ആത്മാവിനുള്ള ഫുഡാണ്. പക്ഷെ ഈ മറ്റുള്ള മന്ത്രങ്ങൾ ഇതുപോലുള്ള പല പല എന്താ പറയാ മനസ്സിനെ ശാന്തമാക്കുന്നതും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഒരു ഭൗതികമായ രീതിയിൽ ശരീരത്തിന്റെ ഹീലിങ്ങിനോ അല്ലെങ്കിൽ മൈൻഡിന്റെ ഹീലിങ്ങിനോ വരെ എത്താറുള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനൊരു എറ്റേണൽ ബെനിഫിറ്റ് ഒരിക്കലും തരാനാകില്ല. അപ്പം ഇത് രണ്ടും ശബ്ദത്തിലൂടെയാണ് അത് ഇൻവോക്ഡ് ആകുന്നതെങ്കിലും പ്രയോഗത്തിൽ വരുന്നതെങ്കിലും അത് തമ്മിൽ വളരെയധികമുള്ള വ്യത്യാസമുണ്ട്. ഭൗതികവും ആത്മീയവും തമ്മിലുള്ള അതേ വ്യത്യാസം അവ തമ്മിലുണ്ട്. പക്ഷെ അവ തമ്മിലുള്ള ഒരു കോമൺ റിലേഷൻഷിപ്പ് എന്താന്ന് വെച്ചാല് ശബ്ദത്തിലൂടെയാണ് രണ്ടിനെയും ഇൻവോക്ക് ചെയ്യുന്നത് എന്നാണ്. അപ്പം ഈ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ട, ശബ്ദത്തിലൂടെ നമുക്ക് ഭൗതികമായി കൂടുതൽ അറ്റാച്ച്ഡ് ആവുകയും ചെയ്യാം, ശബ്ദത്തിലൂടെ നമുക്ക് ഭൗതികതയിൽ നിന്നും ലിബറേറ്റ് ആവുകയും ചെയ്യാം. രണ്ടിനുമുള്ള വഴികളുണ്ട്. പക്ഷേ നമ്മുടെ ഭക്തിയുത സേവനത്തിലൂടെ നമ്മൾ ചെയ്യുന്ന പാത എന്ന് പറയുന്നത് ശബ്ദത്തിലൂടെ നമ്മൾ ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം മന്ത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ വേദങ്ങളിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ത്രൈഗുണ്യ വിഷയ വേദ എന്ന് പറയുന്നുണ്ടല്ലേ. വേദങ്ങളിലെ ഭൂരിഭാഗം കാര്യങ്ങളും ത്രിഗുണങ്ങളിൽ ഉള്ളതാണ്. അപ്പൊ ആ മന്ത്രോച്ചാരങ്ങളെല്ലാം ആ ത്രിഗുണങ്ങളുടെ ഇൻഫ്ലുവൻസിൽ പെടുന്നതേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വരാറില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നിസ്ത്രൈഗുണ്യോ ഭവാർജുന, ഭഗവാന്റെ സേവനത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് ത്രിഗുണങ്ങൾക്ക് അധീയമായിട്ട് വേണം നമ്മുടെ പ്രവർത്തികൾ നമ്മൾ ചെയ്യാനായിട്ടും. ഇവിടെയും അശ്വത്ഥാമാവിനും അദ്ദേഹത്തിന്റെ ആ ഇഗ്നറൻസ് അല്ലെങ്കിൽ ഒരു ഭയത്തിലും ഫിയറിലും ഒക്കെ നിന്നും ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തീർച്ചയായും ഉണ്ടാവുകയും ഉണ്ടായിരുന്നില്ല. അപ്പോ നമ്മൾ ഭക്തിയുടെ പ്രോസസ്സിലായാൽ പോലും പലപ്പോഴും ഭൗതികതയുടെ ഇൻഫ്ലുവൻസിൽ വരാറുണ്ട്. പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഭൗതികമായിട്ടുള്ള ഒരു ചായ്വുകളോടുകൂടിയാണ് ചെയ്യാറുള്ളത്. പക്ഷേ വീണ്ടും വീണ്ടും പ്രഭാതർ പർപ്പോട്ടിലൂടെ എല്ലാം ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, നമ്മള് അങ്ങനെ ഭൗതികതയുടെ ഷെൽട്ടർ ഒരിക്കലും തേടാൻ പാടില്ല, ഭൗതികമായ സൊല്യൂഷൻസിന്റെ പിന്നാലെ പോകാൻ പാടില്ല. തീർച്ചയായും ഒരു ആത്മീയമായ സൊല്യൂഷൻ എന്താണ് എന്ന്, അല്ലെങ്കിൽ ആത്മീയമായ ഒരു ഷെൽട്ടർ നമ്മൾ എപ്പോഴും എടുക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അശ്വത്ഥാമാവിന്റെ പ്രവൃത്തി അനുചിതമാണ്, അധർമ്മമാണ് എന്നിവിടെ പറയുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അത് എന്താ പറയാ, തെറ്റ് ചെയ്തിട്ട് അത് അധർമ്മമാണ്, അതിന്റെ പണിഷ്മെന്റിൽ കിട്ടുന്നത് അതിന്റെ ഒരു നീതിപരമായ രീതി എന്നെങ്കിലും കാണാം. അതും ഒഴിവാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇത് പ്രയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ബ്രാഹ്മണപുത്രനായതുകൊണ്ട് ബ്രാഹ്മണനല്ല, ബ്രഹ്മബന്ധു എന്ന് തന്നെയാണ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത്രയധികം തെറ്റുകൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ എത്രയധികം ഷീ ഷുഡ് നോട്ട് ഹാവ് ഡൺ എന്നാണ് ട്രാൻസ്ലേഷനിൽ കിടക്കുന്നത്. ഇംഗ്ലീഷിൽ, മലയാളത്തിൽ അങ്ങനെയല്ല കിടക്കുന്നത്. എങ്കിലും ഒരു ബ്രാഹ്മണപുത്രനായ സ്ഥിതിക്ക് ഹി ഷുഡ് നോട്ട് ഹാവ് ഡൺ ദിസ് മച്ച് ഓഫ് എന്താ പറയാ മിസ്റ്റേക്സ്. പക്ഷെ അത് ചെയ്തു. അങ്ങനെ കർത്തവ്യം ഉപേക്ഷിച്ചത് കൊണ്ട് ഗ്രോസ് നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി എന്നാ പറയുന്നത്. അപ്പൊ അത്ര അതീവമായിട്ടുള്ള ഗുരുതരമായ വീഴ്ച വരുത്തിയതിന് തീർച്ചയായിട്ടും അശ്വത്ഥാമാവിന് ശിക്ഷ അനിവാര്യമാണ്, ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അശ്വത്ഥാമാവും ഈ മന്ത്രം പ്രയോഗിക്കുമ്പോൾ അതിന്റെ വരും വരായികളെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് പ്രയോഗിക്കേണ്ട അവസരത്തെ കുറിച്ചോ ഒന്നും ആലോചിക്കാതെയാണ് എടുത്ത് പ്രയോഗിച്ചത്. അപ്പോ അല്ലെങ്കിൽ തന്നെ ഭഗവാനും അർജുനനും ഒന്നിച്ചുള്ളപ്പോ തീർച്ചയായിട്ടും അവിടെ അവർക്ക് മാത്രമേ വിജയമുള്ളൂ എന്ന് അശ്വത്ഥാമ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതും ചെയ്തിട്ടില്ല. നമ്മള് ഭഗവത്ഗീതയുടെ അവസാനത്തിൽ കേൾക്കുന്നുണ്ടല്ലേ, എത്ര യോഗേശ്വരോ കൃഷ്ണ, എത്ര യോഗേശ്വര കൃഷ്ണോ, എത്ര ഭാർത്തോ ധനുർധരഃ, തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർ മമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനും പിന്നെ ധനുർധരനായ ആയുധവിദ്യയിൽ ഇതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള അർജുനനും എവിടെയുണ്ടോ അവിടെ എന്താണ് ശ്രീ ഐശ്വര്യം, വിജയം വിക്ടറി, ഭൂതി എക്സെപ്ഷണൽ പവർ, പിന്നെ നീതി മൊറാലിറ്റി. ഈ 4 കാര്യങ്ങളും അവിടെ ഉണ്ടാവുള്ളൂ. ആ 4 കാര്യങ്ങളും ഭഗവാന്റെയും അർജുനന്റെയും കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. അത് അശ്വത്ഥാമാവ് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ശ്രീ വിജയം ഭൂതി ഒന്നും എത്ര പവർഫുൾ ആണ് ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാലും ഭഗവാന്റെ മുന്നിൽ അത് വളരെ നിഷ്പ്രഭമാണ് ശരിക്കും. അതൊന്നും ഓർക്കാതെയാണ്
അശ്വത്ഥാമാവ് ഇവിടെ അത് പ്രയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ബ്രഹ്മാസ്ത്രം നമ്മള് ഭാഗവതത്തിൽ തന്നെ പലയിടത്തും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ബ്രഹ്മാസ്ത്രം അർജുനന്റെ നേരെ വരുന്നു. പക്ഷെ അർജുനൻ സ്വന്തം ബലത്തിൽ, സ്വന്തം ഇതിന് ഡിപ്പെൻഡ് ചെയ്യാതെ, ശക്തി ഡിപ്പെൻഡ് ചെയ്യാതെ ഭഗവാന്റെ എന്താ പറയാ അഡ്വൈസ് തേടുകയും ഭഗവാൻ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് അശ്വത്ഥാമാവ് അയക്കുന്ന സമയത്തും ഉത്തര വേഗം ഭഗവാനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. പാഹി ബാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ എന്ന് വിളിച്ചിട്ട്. അന്യം ത്വദ്ഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഭഗവാൻ അല്ലാതെ മറ്റൊരു അഭയം എനിക്കില്ല. ഇതെന്ത് തന്നെയാണെങ്കിലും എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പക്ഷേ എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഉത്തര ഓടി വരുന്നുണ്ട്. അപ്പം അല്ല, ഭക്തന്മാരെല്ലാവരും ഏതൊരു പ്രശ്നം, എത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നം വന്നാലും ആദ്യം ചെയ്യുന്നത് ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ ഇച്ഛ എന്താണോ അത്തരത്തിൽ നടക്കട്ടെ, ഭഗവാനെ ആശ്രയിച്ചിട്ട് ആ ഒരു വഴിക്കാണ് നീങ്ങുന്നത്. പിന്നെ നമ്മള് ഹനുമാന്റെ ഒരു ബ്രഹ്മാസ്ത്രമായിട്ട് റിലേറ്റപ്പെട്ടുള്ള ഒരു പാസ് ടൈമും ഉണ്ട്. അപ്പൊ ഹനുമാന്റെ നേർക്ക് ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയുണ്ടായി. പക്ഷെ ഹനുമാന് വരം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒന്നിനും ഹനുമാനെ എന്താ പറയാ ബൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല, മൗണ്ടപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബ്രഹ്മാസ്ത്രത്തിനും അങ്ങനെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടും ബ്രഹ്മാസ്ത്രത്തിനെ മാനിച്ചുകൊണ്ട്, ബ്രഹ്മാസ്ത്രത്തിന്റെ ഒരു പ്രസ്റ്റീജ് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രത്തിന് റെസ്പെക്ട് പേ ചെയ്തുകൊണ്ട് ഹനുമാൻ സ്വയം സമർപ്പിതനാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്വയം സമർപ്പിതനായപ്പോഴത്തേക്കും അവര് പിടിച്ചു കെട്ടി കൊണ്ടുപോകും അങ്ങനെ. അപ്പൊ ആ ഒരു പാസ് ടൈമിന്റെ കോണ്ടെക്സ്റ്റില് അല്ല, ആ ഒരു പാസ് ടൈം ആക്ച്വലി ചൈതന്യ ഭാഗവതത്തില് ഈ ഒരു ഹനുമാന്റെ പാസ് ടൈം പറയുന്നുണ്ട്. ബ്രഹ്മാസ്ത്രം വരുമ്പോൾ എപ്രകാരമാണോ ഹനുമാൻ സമർപ്പിതനായത്, അതുപോലെയാണ് ഹരിദാസ് ഠാക്കൂറയെ 22 മാർക്കറ്റ് പ്ലേസിലിട്ട് മുസ്ലിം എന്താ പറയാ അവര് തല്ലി ചതച്ചപ്പോഴും അത് വളരെ ക്ഷമയോടുകൂടി അത് സഹിച്ച് അദ്ദേഹം പിന്നെയും നാമജപം കണ്ടിന്യൂ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഹരിദാസ് ഠാക്കൂറിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അദ്ദേഹത്തിന് ശരിക്കും ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഭഗവാന്റെ പ്രൊട്ടക്ഷനിലാണ് എപ്പോഴും. പക്ഷെ ഇതിന്റെ എപ്പോഴും ഗോവിന്ദന്റെ കൃപയിലാണ് എന്നും പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതിന് ഒരു രക്ഷപ്പെടാനോ ഒഴിവാക്കാനോ ഒന്നുമില്ല, അത് മുഴുവനും കൊണ്ട് സഹിച്ചു. അപ്പൊ അങ്ങനെ സഹിക്കുന്നതിന്റെ കാരണം അദ്ദേഹം ഒരു എക്സാമ്പിൾ, ടോളറൻസിന്റെ ഒരു എക്സാമ്പിൾ. എത്ര തന്നെ ഭൗതികമായ പീഡകൾ ഉണ്ടെങ്കിലും ഏതൊരവസ്ഥയിലും ഹരിനാമം ഞാൻ ഒരിക്കലും വിടില്ല എന്ന് ഹരിദാസ് ഠാക്കൂർ കാണിച്ചു തരികയാണ്. അതൊരു എന്താ പറയാ നാമാചാര്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ടീച്ചിങ് ആയിരുന്നു അത്. അപ്പൊ ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ, സോറി, ഒരു കോള് വന്നതുകൊണ്ടാണേ. ഇന്ന് ഇവിടെ രഥയാത്രയാണ്, അപ്പൊ അതിന്റെ സർവീസസിനൊക്കെ ഇവിടുന്ന് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ അതിനുള്ള കോളായിരുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും നമ്മള് ഭഗവാനെയും ഭഗവാന്റെ നാമത്തെയും ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു മെസ്സേജ് ആണ്. അപ്പൊ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ കീർത്തനങ്ങളിലൊക്കെ നമുക്കിത് കേൾക്കാൻ പറ്റും. ഏതൊരവസ്ഥയിലും ഹരിനാമം നമ്മൾ ജപിക്കണം. സമ്പത്തെ വിപത്തെ ജീവനെ മരണേ, ഏതവസ്ഥയിലാണെങ്കിലും ഹരിനാമം ഒരിക്കലും നമ്മൾ വിടാൻ പാടില്ല. ഓൾവേസ് ടേക്ക് ഷെൽട്ടർ ഓഫ് കൃഷ്ണാസ് നെയിംസ് എന്ന് പറയുന്നുണ്ട്. ഗൃഹേ ഠാക്കേവാനേ ഠാക്കോ സദാ ഹരി ബോൽ ഠാക്കോ. ഗൃഹത്തിലായാലും വനത്തിലായാലും എവിടെയാണെങ്കിലും ഹരിനാമം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ഭൗതിക ലോകം എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഡേഞ്ചേഴ്സ് ആണ്. അപ്പോ നമ്മൾ ഗുരുമരാജ് പറയാറുണ്ട്, അതായത്
പദം പദം യത് വിപദാം ദിശാണ്. ഓരോ സ്റ്റെപ്പിലും ഡേഞ്ചറാണ്. ഈ ഭൗതിക ലോകം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ആർക്കും വിശ്വസിക്കാൻ പാടില്ല. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്രശ്നങ്ങൾ വന്നോട്ടെ, കുഴപ്പമില്ല. ഏത് പ്രശ്നം വന്നാലും ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനിൽ എത്രത്തോളം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡിപ്പെൻഡൻസി കൂട്ടാനുള്ള അവസരമായി കണ്ടുകൊണ്ട് ഭഗവാനെയും ഭഗവാന്റെ നാമത്തിനെയും കൂടുതൽ മുറുകെ പിടിക്കുന്ന അവസരമായി കണ്ടുകൊണ്ട് നമ്മളത് ഏറ്റെടുക്കണം. ക്ഷമയോടുകൂടി തത്തേനു കമ്പം സുസമീക്ഷമാനോ അല്ലെ, ക്ഷമയോടുകൂടി അതിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. അപ്പം ഭഗവാന്റെ പാദാരങ്ങളിൽ അഭയം ചേരുന്നവർക്കാണെങ്കിൽ എല്ലാം വളരെ എളുപ്പമാക്കി കൊടുക്കും. സമാശ്രിതായേ പദവന്ന വപ്ലവം. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ആ ബോട്ട്, ഭഗവാന്റെ പാദമാകുന്ന പ്ലവത്തിനെ നമ്മൾ ആശ്രിതരായാൽ എന്ത് പറ്റും? ഈ ഭൗതിക സാഗരം പോലും ഒരു പശുക്കിടാവിന്റെ കുളമ്പടിയിലുള്ള അത്രയും വെള്ളം പോലെ ചെറുത്, അത്രയും നിസ്സാരമാക്കി തരും ഭഗവാൻ. നമുക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറുതാക്കി തരും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഭഗവാന്റെ നാമത്തിന്റെയും ആശ്രിതരായി തന്നെ ഇരിക്കണം നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ അർജുനന് വന്നതുപോലെ ബ്രഹ്മാസ്ത്രങ്ങളൊന്നും നമ്മുടെ നേരിൽ വരുന്നില്ല. അത്രയും വലിയ പ്രശ്നങ്ങളല്ല ഒരിക്കലും വരുന്നത്. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായും ഡിസ്റ്റർബ്ഡ് ആകാറുണ്ട്. ഡിസ്റ്റർബ്ഡ് ആയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ച് ഭഗവാനും നമ്മളോട് റെസിപ്രോക്കേറ്റ് ചെയ്യും തീർച്ചയായും. അപ്പൊ അങ്ങനെ ആ ഒരു വിശ്വാസത്തിലൂടെ നമ്മൾ പ്രൊസീഡ് ചെയ്യണം. അപ്പൊ ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ സൗത്ത് ഇന്ത്യ വിസിറ്റ് ടൂർ നടക്കുന്ന സമയത്ത് അദ്ദേഹം പലയിടത്തൂടെയും പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്തെല്ലാം അദ്ദേഹം ചെയ്തിരുന്നത് എന്താണ്? ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം അദ്ദേഹവും എക്സാമ്പിളിലൂടെ എല്ലാവരെയും മനസ്സിലാക്കി തരികയായിരുന്നു. ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് ഭഗവാനുമായി യാതൊരു വ്യത്യാസവുമില്ല. അപ്പൊ അങ്ങനെ വ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും ഭഗവാന്റെ നാമത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഭഗവാന്റെ നാമം വന്നത് എവിടെ നിന്നാണ്? ഭൗതികമായ ഒരു ശബ്ദമല്ല നമ്മുടെ ഹരിനാമ മന്ത്രം അല്ലെ. മഹാമന്ത്രം എന്ന് പറയുന്നത് ഫുള്ളി സ്പിരിച്വൽ ആണ്, കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ആണ്. ഇറ്റ് ഇസ് നത്തിങ് മെറ്റീരിയൽ. ഗോലോകേര പ്രേമ ധന ഹരിനാമ സങ്കീർത്തന. ഇത് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇത് ഗോലോകത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ഇമ്പോർട്ടഡ് ഫ്രം ഗോലോക. തീർച്ചയായിട്ടും നത്തിങ് ഇൻ ദ സ്പിരിച്വൽ വേൾഡ് ഈസ് മെറ്റീരിയൽ. അപ്പൊ അവിടെ നിന്ന് വന്നിട്ടുള്ള ഹരിനാമം എന്ന് പറയുന്നതും അല്ലെങ്കിൽ മഹാമന്ത്രം എന്ന് പറയുന്നതും ഒട്ടും തന്നെ മെറ്റീരിയൽ അല്ല. നമുക്കത് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അത് അതിന്റെ പൊട്ടൻഷ്യൽ അത് നമ്മളിൽ എന്താ പറയാ വർക്ക് ചെയ്യും. നാമ ചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണ ശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമ നാമിന. അപ്പൊ ഹരിനാമം എന്ന് പറയുന്നത് ഭഗവാനെ പോലെ തന്നെ എന്താണ്? രസവിഗ്രഹനായ ഭഗവാനെ പോലെ തന്നെ പവർഫുൾ ആണ്, പൂർണ്ണമാണ്, ശുദ്ധമാണ്, നിത്യമാണ്, മുക്തവുമാണ്. അപ്പൊ അങ്ങനെ ഭഗവാനും നാമവും നാമിനിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ എത്രത്തോളം സിൻസിയറായി നാമം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായി, അത്രത്തോളം കൂടുതൽ ജപിക്കണം. പക്ഷെ ഹരിനാമത്തിനെ ഒരു സാധാരണ ശബ്ദം പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് എന്താണ് പറയാ, അത് നരകീ ബുദ്ധി എന്നാണ് പറയുന്നത്. അതായത് അർച്ചാവിഗ്രഹത്തിനെ ഒരു ശിലയായി കാണുന്നതും ഗുരുവിനെ ഒരു സാധാരണ വ്യക്തിയായി കാണുന്നതും ഗുരുഷു നരമതി അർച്ചാവിഗ്രഹ വിഷ്ണു ശീലാധീർ, അതുപോലെ ശബ്ദ സാമാന്യ ബുദ്ധിർ ഹരിനാമീം. ഹരിനാമത്തിന്റെ ശബ്ദം സാധാരണ ശബ്ദമാണെന്ന് ചിന്തിക്കുന്നതും എല്ലാം നാരകീ ബുദ്ധിയാണ്, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ബുദ്ധിയാണ്. അത് നമ്മൾ ഒരിക്കലും വച്ചു പുലർത്താൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും ഉപേക്ഷിക്കണം. അപ്പൊ ഹരിനാമം എന്ന് പറയുന്നത് അതീന്ദ്രിയമായ ശബ്ദമാണ്. ഇറ്റ് ഇസ് നത്തിങ് മെറ്റീരിയൽ. സൂക്ഷ്മം പോലുമല്ല, സട്ടിൽ പോലുമല്ല. ഇറ്റ് ഇസ് അബൌവ് ദാറ്റ്. സ്ഥൂലം സൂക്ഷ്മം എന്ന് പറയുന്ന ഗ്രോസ് സട്ടിൽ എന്നൊക്കെ പറയുന്നതെല്ലാം ഓൺ ദ മെറ്റീരിയൽ പ്ലാറ്റ്ഫോം ആണ് സ്റ്റിൽ. പക്ഷേ ഹരിനാമം മഹാമന്ത്ര ജപം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബവ് ഓൾ ദിസ്. ഇറ്റ് ഈസ് ഓൾ കംപ്ലീറ്റ്ലി ട്രാൻസെൻഡന്റൽ. അതുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ യാത്രയിൽ ഉടനീളം നാമം ജപിച്ചുകൊണ്ടിരുന്നു. ഏതായിരുന്നു? നമ്മുടെ കൃഷ്ണ ബുക്കിലൊക്കെ കാണുന്നുണ്ടല്ലേ? കൃഷ്ണ 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 ഹേ കൃഷ്ണ 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 ഹേ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ
कृष्णा केशव पाहि माम् रामा राघव रामा राघव रामा राघव रक्षा माम् रामा राघव रामा राघव रामा राघव रक्षा माम्. ഈ വരികൾ ചൈതന്യ മഹാപ്രഭു നിരന്തരം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ചലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു നാമജപം അതിന്റെ പ്രകമ്പനങ്ങൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങളും ലിബറേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ഒരിക്കൽ ഹരിദാസ് ഠാക്കൂറിനോട് ചോദിക്കുകയുണ്ടായി, ഈ നാമം ജപിക്കാൻ കഴിയുന്നവർക്ക് ഒക്കെ നാമജപത്തിലൂടെ ലിബറേഷൻ കിട്ടും, മുക്തി കിട്ടും. പക്ഷെ നാമം ജപിക്കാത്ത മറ്റു ജീവജാലങ്ങൾ അവരെന്ത് ചെയ്യും? ഭയങ്കര ആൻസൈറ്റി ആണ് ഭഗവാൻ, അവരെ എങ്ങനെ മുക്തിയിലാക്കാൻ പറ്റും? അപ്പൊ ഹരിദാസ് ഠാക്കൂർ നാമാചാര്യ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓൾറെഡി അങ്ങ് ഇത് ചെയ്ത് കഴിഞ്ഞു. അങ്ങ് ജാർഖണ്ഡ് വനത്തിലൂടെ പോകുമ്പോ എന്താണ് ചെയ്തത്? നാമം ജപിച്ചു. അവിടെയുള്ള എല്ലാ മൃഗാദികളെല്ലാം അങ്ങയോടൊപ്പം ഹരിനാമത്തിൽ ആനന്ദത്തോടുകൂടി നൃത്തമാടി. അങ്ങയുടെ നാമജപം കേട്ടുകൊണ്ട് അവരൊക്കെ എന്താ പറയാ മുക്തരായിട്ടുണ്ട്. അങ്ങയുടെ നാമജപത്തിന്റെ ഒലികൾ, അതിന്റെ അലകൾ പ്രപഞ്ചമെമ്പാടും പ്രചരിക്കുകയും പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും മുക്തരാവുകയും ചെയ്ത് കഴിഞ്ഞു. അങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് ഭഗവാൻ അറിയാത്ത കാര്യമല്ല. പക്ഷെ ഭഗവാൻ നാമാചാര്യൻ എന്ന രീതിയിൽ ഹരിദാസ് ഠാക്കൂറിന്റെ ഗ്ലോറി വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ചോദിക്കുമ്പം ആ ഹരിനാമത്തിന്റെ മഹിമ നാമാചാര്യനായ ഹരിദാസ് ഠാക്കൂറിന്റെ നാവിലൂടെ ഭഗവാൻ തന്നെയാണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഭഗവാന്റെ നാമത്തിന്റെ മഹിമകൾ ഭഗവാൻ എപ്പോഴും ചൈതന്യ മഹാപ്രഭു പ്രത്യേകിച്ചും ഈ കലിയുഗത്തിലെ ഇത്രയും പതിതരായ ആൾക്കാർക്ക് എളുപ്പത്തിന് മുക്തരാക്കാനുള്ള ഈ ഹരിനാമത്തിന്റെ ഔഷധവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരുമായിട്ട് അദ്ദേഹം വന്നു. അപ്പൊ ഭഗവാൻ വന്നപ്പോ ഭഗവാന്റെ അവതരണം നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ, കൃഷ്ണ വർണ്ണം തൃഷാ കൃഷ്ണം എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം വന്നത് സാങ്കോ ഭംഗസ്ത്ര പാർഷദം, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും വെപ്പൺസും എല്ലാം അദ്ദേഹത്തിന്റെ പാർഷദരായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായി വെപ്പണൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ അവതാരങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ ദുഷ്കൃതികളെ ഹനിക്കുന്നതിനുള്ള ആയുധങ്ങൾ ഉണ്ടാവും. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന് അങ്ങനെയുള്ള ആയുധങ്ങളില്ല. ആയുധങ്ങൾ പോലും ഭഗവാന്റെ ആക്സസറീസ്, ആയുധങ്ങൾ പോലും എന്താ പറയാ വ്യക്തികളായിട്ട് വന്ന് ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ ആ ഒരു ഇതില് ഭഗവാന്റെ ആ ഒരു രൂപത്തിന്റെ മാധുര്യമാണ് എല്ലാവരുടെയും മനസ്സിനെയും കീഴടക്കുന്ന ഒരു ആയുധമായി വർക്ക് ചെയ്യുന്നത്. ഭഗവാൻ നാമജപത്തിലൂടെ ആരെയും ഹനിക്കുന്നില്ല. പക്ഷെ എന്താ ചെയ്തത്? എല്ലാവരുടെയും ആസുരികമായ ടെൻഡൻസീസ് അതിനെ മാത്രം ഹനിക്കുകയാണ് ചെയ്തത് നാമത്തിലൂടെ. അപ്പം ചൈതന്യ മഹാപ്രഭു ആരെയും പതിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരെയും ഏതൊരു അവതാരവും ചെയ്യുന്നത് പോലെ ദുഷ്കൃതികളെ എന്താ പറയാ വധിക്കുകയും ലിബറേഷൻ ചെയ്യുകയും ഒന്നും അല്ല ചെയ്തത്. പക്ഷെ അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്തത് ത്രൂ ദ പവർ ഓഫ് ചാൻഡിങ്. അദ്ദേഹത്തിന്റെ നാമജപത്തിലൂടെയും അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്ത് അവരെ ശുദ്ധ ഭക്തരാക്കുകയാണ് ചെയ്തത്. അപ്പോ അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു കൃപ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഏതൊരു പ്രശ്നം വരുമ്പോഴും എത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഓൾവേസ് ടേക്ക് ഷെൽട്ടർ ഓഫ് കൃഷ്ണ ആൻഡ് ഹിസ് നെയിംസ്. അപ്പൊ നമ്മൾ എത്ര തന്നെ എന്താ പറയാ വീക്ക് ആണെങ്കിലും നമ്മൾ അത്രത്തോളം വീക്കാണ് എന്ന് റിയലൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓരോരോ തടസ്സങ്ങളും ഓരോരോ പ്രശ്നങ്ങളും. ചിലപ്പോൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോഴും ഇതുപോലെ തടസ്സങ്ങൾ വരാറുണ്ട്. പക്ഷെ ആ തടസ്സങ്ങളെല്ലാം ആ ഭക്തിയുത സേവനം കൂടുതൽ ശക്തിയോടുകൂടി, കൂടുതൽ ഡിറ്റർമിനേഷനോടുകൂടി ചെയ്യാനുള്ള ഒരു അവസരം തരാനാണ് ഉള്ളത് എന്ന് പറയാറുണ്ട്. പ്രഭുപാദ് ഒരു ജുഹു ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറയും അത് ഒരു ചലഞ്ച് ആയിട്ട് എടുത്ത് ഭഗവാന്റെ സേവനം എങ്ങനെയും വൃത്തിയാക്കും എന്നുള്ള ഒരു രീതിയിൽ അതിനെ ഒരു ഭഗവാനിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിന് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അത് സക്സസ്ഫുൾ ആക്കി എടുത്തു. അപ്പൊ ആ ഒരു മൂഡാണ് നമ്മളും പാലിക്കേണ്ടത്. ഏതൊരു പ്രശ്നം വന്നാലും നമ്മുടെ ശക്തികൾ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പ്രതിവിധികൾ നമ്മൾ തേടാതെ ഭഗവാന്റെയും ഭക്തന്മാരുടെയും സഹായത്തോടു കൂടി ഭഗവാനിൽ പൂർണ്ണ ആശ്രയം എടുത്തുകൊണ്ട് ഭക്തിയുത സേവനം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാകണം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം.
എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി, അതും ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര കാലത്ത് ഭഗവാന്റെ ആയുധങ്ങൾ വ്യക്തികളായി വന്നു സങ്കീർത്തന പ്രസ്ഥാനം നടത്തി എന്ന് പറഞ്ഞില്ലേ? ഉണ്ട് പ്രഭു. അതൊന്ന് പറഞ്ഞു തരാമോ മാതാജി? അതെങ്ങനെ, ആരൊക്കെ അങ്ങനെ വന്നത്? ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഗൗർ ഗണോദ്ദേശ ദീപിക എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതില് ഓരോരുത്തരും, അതായത് ഇവൻ ഗോപിമാരെല്ലാവരും നമുക്കറിയാലോ അല്ലെ, ഓരോരുത്തരായിട്ട് വന്നത്. രാധാറാണി ഗദാധറായിട്ട് വന്നു, സത്യഭാമ ജഗദാനന്ദ പണ്ഡിതായിട്ട് വന്നു, ലളിതാദേവി സ്വരൂപ് ദാമോദറായിട്ട് വന്നു, വിശാഖ രാമാനന്ദറായിട്ട് വന്നു. അപ്പൊ അങ്ങനെ എല്ലാ അസോസിയേറ്റ്സും ഓരോരോ ഇതായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ സങ്കീർത്തന പ്രസ്ഥാനം. അതുപോലെ സുദർശന ആചാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകളുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പക്ഷെ എല്ലാം പാർഷദരും വെപ്പൺസും എല്ലാം സാങ്കോപാങ്കാസ്ത്ര പാർഷദം എല്ലാവരും ഹരിനാമത്തിൽ ചേർന്നു. ഇവൻ ഡെമിഗോഡ്സ് വരെ, ദേവഗണങ്ങൾ പോലും ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ട്. ബൃഹസ്പതിയൊക്കെയാണ് എന്താണ് പരമാനന്ദ പേര് ഞാൻ മറന്നുപോയി, ഇതായിട്ട് പരമാനന്ദപുരിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഉദ്ധവരുണ്ട്, പലരുമുണ്ട്. ബൃഹസ്പതി ഇത് സാർവഭൗമ ഭട്ടാചാര്യ, പലരും അങ്ങനെ ഇത് ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കുന്നതിനായിട്ട് അവരുടേതായ ഒരു റോള് ആ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ എല്ലാ വെപ്പൺസും ചേർന്നിട്ടുണ്ട്. ഓക്കെ മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി. ദണ്ഡ പ്രണാം. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. അപ്പം മാതാജി ചൈതന്യ മഹാപ്രഭു ചൊല്ലി എന്ന് പറഞ്ഞ നാമം ഒന്നും കൂടെ ചൊല്ലും മാതാജി? മാതാജി അത് കൃഷ്ണ ബുക്കിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. കൃഷ്ണ 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 ഹി 7 പ്രാവശ്യം കൃഷ്ണ. അത് കഴിഞ്ഞിട്ട് കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹിമാം. പിന്നെ രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷാമ. ഇത് ഈ കീർത്തനം പല ട്യൂണിലും ഇത് പാടാറുണ്ട്. അപ്പം ഒതന്റിക് ആയിട്ട് കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ കേട്ടിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോ പറഞ്ഞത്, ഞാൻ പാടിയത് നേരത്തെ. ഹരേ കൃഷ്ണ. വളരെ നന്ദി മാതാജി. വളരെ മനോഹരമായ ക്ലാസ് ആസ്വദിച്ചു നന്നായി എടുത്തു. ഓക്കെ. ഹരേ കൃഷ്ണ മാതാജി, കേൾക്കാമോ? പെട്ടെന്ന് സ്റ്റക്കായി പോയി. ഒരു മിനിറ്റ് ഹരേ കൃഷ്ണ, ഒരു മിനിറ്റ്. സോറി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി നന്ദി മാതാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഭഗവാന്റെ കൃപയാൽ ആസ്വദിച്ചാൽ വളരെ മനോഹരം മാതാജി. അതേപോലെ മാതാജി ദയവായി ഇപ്പോൾ അടുത്ത ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത് ഓരോരുത്തരും ഏത് ഭാഗം അഭിനയിച്ചു വന്നു എന്നുള്ളത് മാതാജി പറയാന്ന് പറയുന്നത് അതൊരു സർവീസായിട്ട് മാതാജി എടുക്കണം. ഒരു ക്ലാസ്സിൽ നമുക്ക് എല്ലാവർക്കും അത് ഒന്ന് പറഞ്ഞു തരണം മാതാജി, പ്ലീസ്. അതൊന്ന്. രണ്ടാമത് നമ്മുടെ കുരൂരമ്മയെ കുറിച്ച് വിഷ്ണുപ്രിയ വിനയ ദേവിദാസ് മാതാജിയും ഒരു ദിവസം പറയണം നമ്മളൊന്ന് ആവശ്യപ്പെട്ടിരുന്നു. രണ്ടും ഉണ്ട് മാതാജി. അപ്പോൾ ഈ രണ്ടും നല്ല രീതിയിൽ നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ നിങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നു മാതാജി. സ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, श्री गुरुदेव की जय. गौर सिद्धनाथ प्रेमानंदे. हरि हरि बोल. താങ്ക് യു. ക്ലോസ് ചെയ്യട്ടെ മാതാജി? മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി.